ബിനോയിയാണ് ശാസ്തമംഗലത്തെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ശാസ്തമംഗലം വാർഡ് എന്നുള്ളത് ഏറെ സുപ്രധാനമായ നിർണായകമായ വാർഡാണ്. ആർ ശ്രീലേഖ സ്ഥാനാർത്ഥിയായി മേയർ സ്ഥാനാർത്ഥിയാണ്, ഇന്ത്യയുടെ മേയർ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അവർ മത്സരിക്കുന്ന സ്ഥലം കൂടിയാണ്, അവർ മത്സരിക്കുന്ന വാർഡ് കൂടിയാണ് ആർ ശ്രീലേഖയെ സംബന്ധിച്ച ചില വിവാദങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു മണിക്കൂറുകളിലൊക്കെ അങ്ങനെ പുകയുന്നുണ്ട്. രാവിലെയോടെ ഫേസ്ബുക്കിൽ ഈ പ്രീ പോൾ സർവേ പങ്കുവെച്ചതിനെ തുടർന്ന് വലിയ രീതിയിൽ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു. പിന്നീട് ആ പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. എന്തായാലും ആർ ശ്രീലേഖ എൻ ഡി എയുടെ മേയർ ആകുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കാരണം BJPക്ക് വലിയൊരു മേൽക്കൈ നേടുന്നുണ്ട്. LDFും BJPയും തമ്മിലാണ് തിരുവനന്തപുരത്ത് കടുത്ത മത്സരം. UDF അവിടെ ഇല്ല എന്നുള്ളതൊക്കെയാണ് ഈ NDA ഉയർത്തുന്ന ഒരു അവകാശവാദം എന്നുള്ളത്. അത് ഏറെക്കുറെ സത്യമാണോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും തിരുവനന്തപുരത്തെ ഒരു വിശദമായ ഒരു സമഗ്ര വിവരം സൂര്യഗായത്രി നൽകും. പോളിംഗ് തുടങ്ങി മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ തിരക്ക് തന്നെയാണ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. അതിരാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ മണിക്കൂറിൽ ഇതുപോലെ തിരക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തരത്തിലുള്ള വോട്ട് ഇത്തവണ രേഖപ്പെടുത്തും എന്നുള്ള കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ഈ ആളെണ്ണം കൂടുന്നത്, തിരക്ക് കൂടുന്നത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികളൊക്കെ തന്നെ ഉള്ളത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നഗരസഭ പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളുമുള്ളത്. ഒരേ പ്രതീക്ഷയിലാണ് ഈ ഒരു മാസത്തോളം കാലം വലിയ തരത്തിലുള്ള പ്രചാരണം മുന്നണികൾ നടത്തി വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നിനൊന്ന് മികച്ച പ്രചാരണ പ്രവർത്തനങ്ങളാണ് മുന്നണികൾ എല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ തരത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് BJP ഈ പ്രചാരണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ പ്രതിപക്ഷത്തുള്ള BJPക്ക് ഇത്തവണ തങ്ങളുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്യും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയുണ്ട്. അതേസമയം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ പ്രഖ്യാപിച്ച ക്ഷേമ കാര്യങ്ങളൊക്കെ തന്നെ, അത് ക്ഷേമ പെൻഷൻ വർധനവൊക്കെ തന്നെ അനുകൂലമായിട്ട് മാറും. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണ്. അത് വോട്ടെടുപ്പിൽ കാണാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷ LDFനുണ്ട്. നഗരസഭയിൽ ഭരണം തുടരാൻ കഴിയുമെന്നുള്ളതാണ് LDF പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയിൽ 3-ാം സ്ഥാനത്താണ് UDF ഉള്ളത്. 10 സീറ്റ് മാത്രമാണ് നിലവിൽ UDFന് ഉള്ളത്. പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് UDF തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണ രംഗത്ത് ഇറങ്ങിയതാണ് കോൺഗ്രസ്. K മുരളീധരന്റെ നേതൃത്വത്തിൽ KS ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് നിർത്തിയാണ് കോൺഗ്രസ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തി പോന്നിട്ടുണ്ടായിരുന്നത്. മൂന്ന് മുന്നണികൾക്കും വലിയ പ്രതീക്ഷയുണ്ട്. ഈ കോർപ്പറേഷൻ മാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റികളുടെ ഒക്കെ കാര്യത്തിലായാലും വലിയ പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സാധാരണഗതിയിൽ ഗ്രാമത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് ചർച്ചയാകുന്നത് എങ്കിൽ ഇത്തവണ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയാക്കിക്കൊണ്ടാണ് മുന്നണികൾ പ്രചാരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പ് ഒരു ട്രയൽ ആയിട്ടാണ് മുന്നണികളൊക്കെ തന്നെ കാണുന്നത്. ഈ തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ജനം എന്ത് വിധിയാണോ എഴുതുന്നത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വലിയ തരത്തിൽ സ്വാധീനിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് മുന്നണികൾ ഓരോന്നും ഈ തദ്ദേശീയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നിൽക്കുന്നത് ജഗതി സ്കൂളിലാണ്. ഇവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ, മുൻ UDF കൺവീനറായിട്ടുള്ള MM ഹസൻ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള AK ആന്റണി ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയതാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപി, K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ ഉൾപ്പെടെയുള്ളവർ വിവിധ ബൂത്തുകളിൽ അതിരാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മേഖലയിലും വലിയ തരത്തിലുള്ള തിരക്ക് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ തിരക്ക് ഇങ്ങനെ കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ 2020 വലിയ ഒരു ശതമാനം ഇത്തവണ രേഖപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷയാണ്. അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും, തങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള
പ്രതീക്ഷയാണ് മൂന്ന് മുന്നണികളും പങ്കുവെക്കുന്നത്. എന്തായാലും ആർക്കൊപ്പമായിരിക്കും ജനവിധി എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മുന്നണികളും ഒരേ തരത്തിലുള്ള മത്സര പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. ആർക്കൊപ്പം ഈ ജനവിധി നിൽക്കും എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയേറിയ കാര്യം.